നമ്മൾ ഇന്നത്തെ പാർട്ട് നമ്മൾ പോളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന പാർട്ടിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡെഫിനേഷൻ ഓഫ് പോളിറ്റി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇറ്റ്സ് കോമ്പണൻസ് എന്ന നോഷൻ, ഇത് നാഷൻ അല്ല നോഷനാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നാഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, ഇത് നോഷൻ NOTIO നോഷൻ ഓഫ് പവർ. ഓക്കെ, ഇത് നോഷൻ, ഇത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ് മീൻസ് ഘടകങ്ങൾ എന്നൊക്കെ പറയില്ലേ, പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഡെഫിനേഷൻ ഓഫ് പോളിറ്റി, എന്താണ് ഡെഫിനേഷൻ, പോളിറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ ഓഫ് പോളിറ്റി നോക്കാം. എന്താണ് പോളിറ്റി? ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആബ്സെൻസ് ഓഫ് ഐഡിയ നാഷൻ ബിഫോർ 1858. ആബ്സെൻസ് ഓഫ് ഐഡിയ ഓഫ് നാഷൻ, അതായത് നമുക്ക് ദേശം എന്നൊരു ബോധം ഉണ്ടായത് എന്നാണ് 1858 ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിനെ പറ്റി ചോദിക്കുന്നു. ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ ദേശീയത വളരാനുള്ള ഒരു വളർച്ച, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് ബോർഡിൽ എഴുതിയിട്ടില്ല എന്താണ്, അതായത് ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ. അത് ചിലപ്പോൾ എന്തിന് വരാൻ സാധ്യത ഉണ്ട്? essay. ഓക്കെ, ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ, ആ മിസ് ഇവിടെ എഴുതുന്നുണ്ടേ. ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ India, definition of polity, political system and its components, the notion of power, restricted view of politics. അതേപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് ആ ഒരു essay ആണ് ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ. Then strategy of political level, strategy of economical level and strategy of independence of India and forces of challenges national building effort. നമുക്കൊരു നാഷൻ, ഒരു ദേശീയത, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദേശീയത എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഇന്ത്യക്കാരെല്ലാവരും സർവ്വമത വർഗ ജാതി ഭേദമന്യേ എന്ത് ജാതി മതം എന്തായാലും നമ്മളെല്ലാവരും ഐക്യമത്യ മഹാബലം എന്നാണ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ ഒരു ഫീലിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ബോധം ഉണർന്നു വരുന്നത് തന്നെ ഒരു ദേശത്തിന്, നല്ലൊരു ദേശത്തിൻ്റെ ഗ്രോത്തിൻ്റെ കാരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടായ പല വെല്ലുവിളികളെയും ഏറ്റെടുത്ത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് ഒരു നാഷണലിസം വളർത്തിയെടുക്കുന്നത്. Then define national integration and discuss the force of threatening of national integration and a trace of emergence of Indian national state and define the distinction between state, nation and society. Define the concept of polity and political system in society. സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് then defining polity, എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? പോളിറ്റിയെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പോളിറ്റി എന്നുള്ള വേർഡിനെ നമുക്ക് എന്താക്കാം? ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് ഡെഫിനിഷൻ? ദ ഫസ്റ്റ് പോയിന്റ്, ഡെഫിനിഷൻ ഓഫ് പോളിറ്റി. പോളിറ്റി ആൻഡ് സൊസൈറ്റി ആർ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. ഓരോന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? റിലേറ്റഡ് ആണ്. Then all societies have some ways and means of organize its members on the basis of certain social and political economic criteria. These could be based on the age. അപ്പോൾ നമ്മൾ എന്താണ്? അതായത് പിന്നെ all societies have some ways and means of organize its members on the basis of certain social, political and economic ക്രൈറ്റീരിയകൾക്കുള്ളിൽ താമസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓർഗനൈസ് ദ മെമ്പേഴ്സ് ഓഫ് ബേസിസ് ഓഫ് certain based on the age, sex categories and criteria of birth, social group, based on religion and symbol, tribal societies and caste societies, power and authority are dimensions based with the political relations and certain kind of establish. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സൊസൈറ്റി സ്ഥാപിക്കപ്പെടാൻ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അവരുടെ കാറ്റഗറി, അവരുടെ റിലീജിയൻ, അവരുടെ എക്കണോമിക് കണ്ടീഷൻ, അവരുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻ, കൾച്ചറൽ കണ്ടീഷൻ, സോഷ്യൽ കണ്ടീഷൻ ആൻഡ് ദെയർ ഗ്രൂപ്പ്,
അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, ഒരു സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് നാഷണലിസത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ്. എന്താണ് ഇറ്റ്സ് കോമ്പണൻസ് എന്ന് പറഞ്ഞ ഘടകങ്ങൾ എന്തൊക്കെ അടങ്ങിയതാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന്? വി ഫൈൻഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സോഷ്യൽ relationship between interact with another, doing so they will pursue their self-interest. The self-interest time run country to the interest other also interest of the society. അല്ലേ, ഓരോരുത്തരും അവനവൻ്റെ താല്പര്യപ്രകാരം. അത് തന്നെയാണ് ഒരു നാഷൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അതായത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. നീ ഈ മതം തന്നെ വിശ്വസിക്കും, നീ അതന്നെ വിശ്വസിക്കും, നീ ഇത് ചെയ്യും, നീ ഇങ്ങനെ പോയാൽ മതി, നീ ഇങ്ങനെ നടന്നാൽ മതി, ഇങ്ങനെ അങ്ങനെ ഒരാളെ, അതായത് പ്രായപൂർത്തി ഒക്കെ ഒരു വോട്ടവകാശ സ്വാതന്ത്ര്യം, പ്രായപൂർത്തി സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരാളെ മേൽ അടിച്ചേൽപ്പിക്കാതെ അയാളുടെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരെ നിർബന്ധിക്കാതെ അവരാ ലെവലിൽ ഓരോ ഇൻഡിവിജ്വലിനെ ആ ലെവലിൽ മാറ്റിയാൽ ഒരു സൊസൈറ്റിയിലേക്ക് പോളിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം കടന്നു വരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, വെൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ആർ ഓർഗനൈസ്ഡ് അറൗണ്ട് ദ ഡയമെൻഷൻസ് ഓഫ് പവർ, വി സേ ദാറ്റ് വി now move on the general area of social interaction to a more specified areas power relationship. When we speak of them of political individual and groups are organized according to exercise of power of എന്താണ് നാഷണൽ സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് എന്തായി മാറി, നാഷണലായിട്ട് മാറി. പിന്നീട് അത് എന്തിന് കാരണമാവുന്നു? നാഷണൽ സ്റ്റേറ്റിന് കാരണമാവുന്നു. ദ നോഷൻ ഓഫ് പവർ. എന്താണ് നോഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്? ദ എബിലിറ്റി ടു ഡു, ദ എബിലിറ്റി എന്തിനുള്ള കഴിവാണ്? എബിലിറ്റിയാണ്. ദ എബിലിറ്റി ടു ഡു സംതിങ് ഓർ എനിത്തിങ് ഓർ ആക്ട് അപ്പോൺ എ പേഴ്സൺ ഓർ തിങ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പവർ ഈസ് ഗിവൺ ദ ഡിക്ഷണറി. അല്ലേ, അദ്ദേഹത്തിന് ഇത് ചെയ്യണം, എന്ത് ചെയ്യാനുള്ള ധൈര്യം, തൻ്റെ ഇടം കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അതായത് പവർ ഈസ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സയൻസ്. അല്ലേ, അത് നമ്മുടെ സോഷ്യൽ സയൻസ്, സാമൂഹിക ശാസ്ത്രത്തിൽ പവർ അല്ല അവകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് നീഡ്സ് ആണ്. കൂടാതെ ഇറ്റ് ഇംപ്ലൈസ് ഇൻഫ്ലുവൻസ് ദാറ്റ് എനി പീപ്പിൾ ബ്രിങ്സ് ബിയർ ആക്ഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിന് ആക്ഷൻ എടുക്കാനും അവരോട് ആർഗ്യൂ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യേണ്ടവരെ റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എന്താണ് ആ ഒരു ഫീലിങ്സ് ആണ് പോളിറ്റി എന്ന് പറയും. പൊളൈറ്റി അല്ലെങ്കിൽ പോളിറ്റി എന്ന് പറഞ്ഞ്. ഇൻ ദിസ് സെൻസ് എനി വൺ സീക്കിംഗ് ടു സെർവ് ഇൻ ഇൻട്രസ്റ്റ് ബൈ റെസ്പോൺസ് ഫ്രം അതേഴ്സ് ടു ഡിസ്ക്രൈബ്ഡ് ആസ് എക്സൈസ് ഓഫ് പവർ. ദിസ് മീൻസ് വൺ ഓഫ് സോഷ്യൽ പവർ. അല്ലെ, സോഷ്യൽ പവർ ഉള്ള ഒരാൾക്ക്, അതായത് സാമൂഹിക അവകാശം അല്ലെങ്കിൽ തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനായ ഒരാൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് നോഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്. എന്താണ് മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ടേക്കിംഗ് ഇൻ എ മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ് ലൈക്ക് മാക്സ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എമിലി ദുർക്കിയും കാൾ മാക്സ് വെബർ, അവരൊക്കെ സോഷ്യോളജിസ്റ്റും ഫിലോസഫേഴ്സിനും അനലൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താ? ലൈക്ക് മാക്സ് വെബർ എന്ന് പറയുന്ന ഫിലോസഫർ എന്താ പറയുന്നത്? confine the political relation to an organization of individuals, for then this organization to be territorial defined. Secondly, it has based on the ultimate physical force. and other words, Max Weber is referring to the notion of the state has emerged in modern sense. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു നാഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നാഷൻ റൈസ് ചെയ്ത് വരുന്നത് സെൻസാണ്, മനുഷ്യൻ്റെ മോഡേൺ സെൻസാണ്, ടെക്നോളജിക്കൽ ബുദ്ധിയാണ്. ഭാവിയിലേക്ക് എന്തൊക്കെ ചെയ്യണം, പ്രവർത്തിക്കണം, അതായത് എഡ്യൂക്കേഷൻ തന്നെ. ബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് നോളജാണ്. അതുകൊണ്ട് നോളജുള്ള മനുഷ്യന് മാത്രമേ ചിന്തിക്കാനുള്ള എന്തുണ്ടാവുള്ളൂ എന്ന് പറയുന്നു, കഴിവുണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മുടെ മാക്സ് വെബറുടെ ഒപ്പീനിയൻ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു നാഷണൽ സ്റ്റേറ്റ് റൈസ് ചെയ്ത് വരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്, നാഷണൽ ആൻഡ് സൊസൈറ്റി. അല്ലേ, സ്റ്റേറ്റും നാഷണൽ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ്? വൈൽ സ്റ്റേറ്റ്, ദ സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ അസോസിയേഷൻ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞല്ലേ? സ്റ്റേറ്റ് ഓഫ് നാഷണലിസം, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ അസോസിയേഷൻ വിച്ച് ക്യാരക്ടറൈസ്ഡ് ബൈ ടെറിട്ടോറിയൽ ജൂഡിഫിക്കേഷൻ ആൻഡ് പിന്നെ മോർ ലെസ് നോൺ വളണ്ടറി മെമ്പർഷിപ്പ് ആൻഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഡിഫൈൻഡ് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് എനിവേ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്ലെയിം ടു ലെഗിറ്റിമസി പവർ ടു ഓവർ ടു മെമ്പേഴ്സ്. ഓക്കെ,
What is nation? The term refers to a group of people who have developed in solidarity on this basis common identity of culture, religion, language, state. സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ലാംഗ്വേജ് ഭാഷയുടെ അടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡെവലപ്ഡ് ആയിട്ട് താമസിക്കുന്ന ഒരു ഏരിയയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നാഷൻ എന്ന് പറയുന്നത്. ഓക്കെ. What is society? It is the broadcast category of social organization which includes a large number of social institutions like kinship, family, economic and polity of sense. And കണ്ടോ കിൻഷിപ്പ്, അതായത് കുറേ ഫാമിലി മെമ്പേഴ്സും റിലേഷൻസും കിൻഷിപ്പും സൊസൈറ്റി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം അടങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്തെ ഒരു പ്ലേസിനെ നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നു, സമൂഹം എന്ന് പറയുന്നു. അവിടെ എല്ലാതരം ആളുകളും ഉണ്ടാവും. ഫാമിലി ഉണ്ടാവും, ലൈക്ക് കിൻഷിപ്പ് ഉണ്ടാവും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, എക്കണോമിക് ആൻഡ് പോളിറ്റി ലൈക്ക് സയൻസ് ആൻഡ് ടേം സൊസൈറ്റി റെഫർ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ള എന്തും ആ ഒരു സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റ്. എന്താണ് എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റിൻ്റെ എമർജൻസ് എങ്ങനെയാണ് ഉണ്ടായത്? Indian national politics influenced by historical experience of like others bring the social group of common national identity. Okay. അതായത് ആബ്സെൻസ് ഓഫ് ദ ഐഡിയ ഓഫ് നാഷൻ ബിഫോർ 1858, അതായത് 1858 മുമ്പ് സ്വന്തമായിട്ടൊരു രാഷ്ട്രം എന്ന ചിന്ത ആർക്കില്ലായിരുന്നു? നമുക്കില്ലായിരുന്നു, ഇന്ത്യക്കാർക്കില്ലായിരുന്നു. And the British rule in India, before the adventures of British rule in India and establishment of sovereign rule of British crown in 1858, India was characterized by a large number of small and large political units. അവർ വരുന്നതിന് മുമ്പ് ഇന്ത്യ ലാർജ് നമ്പർ ഓഫ് പൊളിറ്റിക്കൽ യൂണിറ്റ്സ് കൊണ്ട് എന്തായിരുന്നു നിറഞ്ഞു നിൽക്കുക നമ്മുടെ ഇന്ത്യയിൽ. These units waged constant struggle of maintain their authority over the പൊളിറ്റിക്കൽ യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? മൗര്യ, ഗുപ്ത, ചോള, പാണ്ഡ്യ എക്സാമ്പിൾ ആണ് എന്തൊക്കെ? മൗര്യ, ഗുപ്ത, ചോള, ഇതൊക്കെ എന്താണ് ഇന്ത്യയിലെ നാഷണൽ സ്റ്റേറ്റുകളായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഗ്രോത്ത് ഓഫ് നാഷണലിസം. ദ ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്? നമ്മുടെ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ. ഓക്കെ. ഗ്രോത്ത് ഓഫ് നാഷണലിസം. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ബ്രിട്ടീഷ് റൂൾ ഓൾദോ ദ enslaved us paradoxically also started the process of our liberation. അല്ലേ? നമ്മുടെ എന്താണ് ലിബേർട്ടി, ഫ്രട്ടേണിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. നമ്മുടെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്ന് കിട്ടിയ മുദ്രാവാക്യമാണ് നമുക്ക് എന്ത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ അവകാശങ്ങൾ, അത് ഈ സ്വാതന്ത്ര്യമാണെങ്കിലും സമത്വവും സാഹോദര്യം എല്ലാം അടങ്ങിയ ഒരു സംഭവം നമുക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്ത് വേണം? ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം. നമുക്ക് ദേശീയ ബോധം, ദ തിങ്കിങ് ഓഫ് നാഷണലിസം, അതായത് ദേശീയ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനങ്ങൾക്ക് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അതീശ ശക്തിയെ അല്ലെങ്കിൽ യൂറോപ്യൻ വിദേശം ഫോറിനേഴ്സിനെ ഓടിക്കാൻ പറ്റൂ. അതൊരു സത്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വി സീ ദ എഫേർട്ട് മെയ്ഡ് ബൈ ഇന്ത്യൻസ് ഫോർ റിമൂവിങ് ദ ബ്രിട്ടീഷ് റൂൾ ഫ്രം ദിസ് കൺട്രി. റിമൂവ് ചെയ്യണം, നമ്മളെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഓൾദോ വി വർ ഓൾവേസ് ഡിവൈഡഡ് ഇൻ ടു ന്യൂമറസ് വേസ് ടു ടേംസ് ഓഫ് ലാംഗ്വേജ്, റിലീജിയൻ, എത്തിക്സ് ആൻഡ് കോമ്പോസിഷൻ, ടു ഫാക്ടേഴ്സ് ഫെസിലിറ്റേറ്റഡ് എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഓക്കെ. ഒരു ഇന്ത്യൻ എല്ലാവരും ജാതി മത വർഗ ഭേദം ഇനി എല്ലാവരും ഒന്നിക്കണമെന്നൊരു ചിന്ത വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തായിരുന്നു മുഖ്യ എയിം? എന്തായിരുന്നു? ടു റിമൂവ് ദ ബ്രിട്ടീഷ് റൂൾ. ഓക്കെ. വൺ വാസ് ദ പ്രസൻസ് ഓഫ് കോമൺ എനിമി, ദ ബ്രിട്ടീഷ് റൂൾ. നമുക്ക് ഒരേ ഒരു കോമൺ എനിമിയാണെന്നുള്ളത് മനസ്സിലേക്ക് എത്തിക്കണം. അത് അങ്ങനെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. വൺ വാസ് ദ പ്രസൻസ് ഓഫ് കോമൺ എനിമി. ഒരേ ഒരു മുഖ്യ ശത്രുവേ നമുക്കുള്ളൂ. എന്താണ്? ദ ബ്രിട്ടീഷ് റൂൾ. ഓക്കെ. ദാറ്റ് ഈസ് നാഷണലിസം. അങ്ങനെ ഒരു ബോധം വരുന്നതിനെയാണ് ദാറ്റ്സ് കോൾഡ് നാഷണലിസം. വി അതർ വാസ് എക്സിസ്റ്റന്റ് ദ കോമൺ കൾച്ചറൽ ഐഡന്റിറ്റി ദാറ്റ് preceded the unification of India as one state. Okay. The various struggle, violent, non-violent, constitutional, extra constitutional against British further. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യക്കകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മളെല്ലാവർക്കും ഒന്നാണെന്ന ചിന്ത ആദ്യം ഇല്ലായിരുന്നു. പിന്നീട് 1858 മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു.